വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ. നിങ്ങൾ സൂക്ഷിച്ചോ, കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുമെടാ, തോറ്റുപോകും. അതിലൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടെന്നല്ലേ, ഈ വീഡിയോ ലാസ്റ്റ് വരെ കൃത്യമായിട്ട് ഇരുന്ന് കാണുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ഗുഡ് സർപ്രൈസോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു സർക്കുലറിനെ കുറിച്ചാണ്. എന്താണെന്നല്ലേ, ഈ വർഷം അതായത് 2026-27 അക്കാദമിക് ഇയറിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാണോ, 8ാം ക്ലാസ്സിലെ കുട്ടിയാണോ, 9ാം ക്ലാസ്സിലെ കുട്ടിയാണോ, ഈ 3 ക്ലാസ്സിലെയും കുട്ടികൾക്ക് എന്ത് വേണമെന്നറിയോ മക്കളെ? മിനിമം മാർക്ക് സബ്ജക്റ്റ് മിനിമം ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വീണ്ടും 10ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും, വീണ്ടും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും, എന്നിട്ട് നിങ്ങൾ പാസ് ആവണം. എന്താണ് മിനിമം മാർക്ക് എന്നല്ലേ? യെസ്, ഈ വർഷത്തെ കുട്ടികൾക്ക്, അതായത് ഈ വർഷം വരെ SSLC എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മാർക്കിന്റെ ഒരു പരീക്ഷയാണെങ്കിൽ അവര് 5 മാർക്ക് എഴുതി വാങ്ങിയാൽ മതിയായിരുന്നു. ബാക്കി അവർക്ക് സി മാർക്ക് ആയിട്ട് കിട്ടുമായിരുന്നു. ഇനി 80 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ അവര് 10 മാർക്ക് എഴുതി വാങ്ങിയാൽ മതിയായിരുന്നു. ബാക്കി അവരുടെ സി മാർക്ക്, ഇവിടെ 20 മാർക്സ് സി മാർക്ക് കിട്ടിയിട്ട് അവർക്ക് 30 മാർക്കും ഔട്ട് ഓഫ് 100 കേട്ടോ, ഔട്ട് ഓഫ് 100 അവർക്ക് 30 മാർക്കും, ഇവിടെ അവർക്ക് 15 മാർക്ക് സി മാർക്ക് കിട്ടിയിട്ട് 10 മാർക്ക് സി മാർക്ക് കിട്ടിയിട്ട് 15 മാർക്കോട് കൂടി അവര് പാസ്സാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇനി 10ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾക്ക് മുതൽ 30% മാർക്ക് അവർ എഴുതി വാങ്ങണം. എന്താ എഴുതി വാങ്ങുക എന്ന് പറയുമ്പോൾ 40 മാർക്കിൽ അവർ 12 മാർക്കും എഴുതി വാങ്ങിയാൽ മാത്രമേ അവർക്ക് എന്താകാൻ പറ്റുള്ളൂ? പാസ്സാവാൻ പറ്റുള്ളൂ. അത് 80 മാർക്കിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് 80 മാർക്കിൽ അവർ 24 മാർക്ക് എഴുതി വാങ്ങിയാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? അവർക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം പോലെയല്ല, ഈ വർഷം ആകെ മാറ്റങ്ങളാണ്. യെസ്, ഇനി ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലേ മക്കളെ? യെസ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഡെയിലി നിങ്ങൾ ഇരുന്ന് പഠിച്ചു. ഡെയിലി ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അവസാന നിമിഷം നിങ്ങൾ പഠിച്ചങ്ങ് മറയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ ഗ്രേഡ് കുത്തനെ താഴോട്ട് പോകും. എ പ്ലസുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. കൃത്യമായിട്ട് ഡെയിലി ഒരു മിനിമം 1 to 2 hours നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നില്ലെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഗ്രേഡുകൾ കുറയും. ഒരു സംശയവും വേണ്ട. ഡെയിലി ഒരു 1 to 2 hours പഠിക്കുക, ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക, നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് കുറയും. ഞാൻ വീണ്ടും പറയാണ്, എ പ്ലസ് കുറയും. സോ നമുക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളും ഒക്കെ കൃത്യമായിട്ട് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് എൻ്റെ മക്കൾക്ക് ഒരു ബിഗ് ടിപ്പാണ്, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എവിടെ നിന്ന് കിട്ടും സാറേ ക്വസ്റ്റ്യൻ? കഴിഞ്ഞ വർഷത്തെ 2026 SSLC എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. 2026 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം. കുഴപ്പമുണ്ടോ? ഇനി അതും അല്ലെങ്കിൽ 2026 SCERT ഇറക്കിയിട്ടുള്ള സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല സോഴ്സുകളുണ്ട്. ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഇഷ്ടം പോലെ സോഴ്സുകളുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്കാണ് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. സോ എൻ്റെ മക്കള് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെറി വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർകെനെക്സ്. ബൈ, സീ യു ലേറ്റർ.